നമസ്കാരം. ഭൂരിഭാഗം ഹിന്ദുക്കളും ക്ഷേത്രവിശ്വാസികളാണ്, ക്ഷേത്ര ദർശനം നടത്തുന്നവരുമാണ്. എന്നാൽ പലർക്കും എന്താണ് ക്ഷേത്ര ആചാരങ്ങളെന്നും ക്ഷേത്രത്തിലെ സംജ്ഞകൾ എന്താണെന്നും പലർക്കും അറിയില്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്, അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച്. എന്നോടൊപ്പം ഇന്നുള്ളത് പണ്ഡിതനും പ്രഭാഷകനും വാഗ്മിയുമായ ഒരു സമ്പൂർണ്ണ കലാകാരനാണ്. വിൽപ്പാട്ടിലൂടെ കലാരംഗത്തേക്ക് വരികയും അധ്യാപന ജീവിതത്തിനൊപ്പം സീരിയലും സിനിമയുമൊക്കെയായി മുന്നോട്ട് പോവുകയും ചെയ്ത മണികണ്ഠൻ തോന്നയ്ക്കൽ. അദ്ദേഹം പൗരാണികതയിലും അതോടൊപ്പം തന്നെ ഇതിഹാസങ്ങളിലുമൊക്കെ ഗവേഷണവും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം സാർ. നമുക്ക് ക്ഷേത്ര വഴിപാടുകളെക്കുറിച്ച് വരാം. പലതരം വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാൽ അതൊരു വഴിപാട് തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ അർച്ചന എന്ന് പറയുന്നത്? അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. രക്തപുഷ്പാർച്ചനയുണ്ട്, അർച്ചനകൾ തന്നെ പലതരമുണ്ട്. ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ശിവക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രങ്ങളിലുമുള്ള വഴിപാടുകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സാർ, ഈ വഴിപാട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന പലർക്കും ഈ വഴിപാട് എന്ന് പറയുന്ന വാക്ക്, ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വഴിപാടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതെന്താണെന്ന് പലർക്കും അറിയില്ല. ഒരു സാധാരണ മലയാള വാക്കാണ്. അതായത് ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിത വഴി, നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ ഇങ്ങനെയൊക്കെ നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചു പോവുകയാണ്. ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ആ ജീവിത വഴിയിൽ നമുക്കൊരു കഷ്ടപ്പാടുണ്ടാവും, നമുക്കൊരു പ്രയാസം ഉണ്ടാവും, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു യാതന ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ സാധാരണ വാക്കാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമുക്ക് ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രോഗം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡോക്ടർമാർ ഇന്നുണ്ട്. നമുക്കൊരു മാനസിക പ്രശ്നമുള്ളപ്പോൾ നമുക്ക് ചെന്ന് സമീപിക്കാൻ വേണ്ടിയിട്ട് മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. പക്ഷേ പണ്ട് അതൊന്നുമില്ല. പണ്ട് മനുഷ്യരെ കൊണ്ട് ഒക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ പറ്റൂ എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണല്ലോ ചെയ്ത്. എൻ്റെ ജീവിത വഴിയിൽ ഇങ്ങനെ ഒരു കഷ്ടപ്പാട്, ഒരു പാട് എനിക്കുണ്ട്, എനിക്ക് ജീവിത വഴിയിൽ നേരെ ജീവിച്ചു പോകാൻ പറ്റുന്നില്ല, ഞാനൊരു പെടാപ്പാടിൽ, ഒരു കഷ്ടപ്പാടിൽ പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്, എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദേവന് മുമ്പിൽ ചെന്ന് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിലൊരു പൂജ അല്ലെങ്കിൽ ഒരു അർച്ചന സമർപ്പിക്കുകയാണ്. അതിനെയാണ് എൻ്റെ ജീവിത വഴിയിൽ ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ദേവനെ ആശ്രയിക്കുന്നു. ആ ആശ്രയിച്ചുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചക്രവർത്തിയുടെ ഭാവത്തിലാണ് ഒരു ദേവൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ചക്രവർത്തി രാവിലെ ഉറക്കമെഴുന്നേറ്റ് അമൃതത്തെല്ലാം കഴിഞ്ഞിട്ട് സിംഹാസനത്തിലിരിക്കുമ്പോൾ പരാതി പറയാൻ ആളുകൾ ചെല്ലും, കാഴ്ചവസ്തുക്കളൊക്കെ ആയിട്ട് ചെല്ലും. രാജാവ് ആ പരാതി കേൾക്കുന്നു, പരിഹരിക്കുന്നു, അവരെ പറഞ്ഞയക്കുന്നു. ഉച്ചയ്ക്ക് രാജാവ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്നു. വൈകുന്നേരവും സിംഹാസനത്തിൽ വന്നിരിക്കുമ്പോൾ ആളുകൾ പരാതി പറയാൻ ചെല്ലുന്നു. രാജാവ് പരാതികളൊക്കെ കേൾക്കുന്നു. എന്നിട്ട് കുറച്ച് നൃത്തവും സംഗീതമൊക്കെ ആസ്വദിച്ചിട്ട് ആ രാജാവ് നിദ്രയ്ക്ക് പോകുന്നു. ഇത് തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ. പക്ഷേ ഈ ദേവനെ നമ്മൾ ചക്രവർത്തിയുടെ ഭാവത്തിൽ ആരാധിക്കുമ്പോൾ അവിടെ ദേവൻ സ്വയം ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ശാന്തിയെ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭാവത്തിലുള്ളൊരു ശാന്തിയെ കൊണ്ട് ചെയ്യിക്കുകയാണ്. രാവിലെ ദേവനെ പള്ളി ഉണർത്തുന്നു. അപ്പോഴേക്കും പരാതി പറയാൻ വേണ്ടി, നമ്മൾ ആവലാതികൾ പറയാൻ വേണ്ടി നമ്മൾ കാണിക്കയുമായിട്ട് നമ്മൾ ചെല്ലുന്നു. ആ പരാതിയൊക്കെ ദേവൻ്റെ മുമ്പിൽ കെട്ടഴിച്ച് വയ്ക്കുന്നു. ദേവൻ അത് പരിഹരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഉച്ചപൂജ കഴിഞ്ഞ് ദേവൻ ഒന്ന് നിദ്രയ്ക്ക് പോകുന്നു. വൈകുന്നേരം വീണ്ടും ഉണരുമ്പോൾ നമ്മൾ ഭക്തർ എന്ത് ചെയ്യുന്നു? കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് ചെല്ലുന്നു. ദേവൻ പിന്നെ ഈ നൃത്തം, ഗീതം, വാദ്യം, നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ വിചാരം, ഇത് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്നോ അമ്പലത്തിൽ നൃത്തവും ഗീതവും വാദ്യമൊന്നും ഇല്ലല്ലോ, ഉത്സവത്തിനല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ആ ശാന്തി കൃത്യമായും ആ ദേവന് പള്ളി ഉറക്കത്തിന് മുമ്പ് നൃത്തമിതം, ഗീതമിതം, വാദ്യമിതം, അല്ലെങ്കിൽ നൃത്തം സമർപ്പയാമി, ഗീതം സമർപ്പയാമി, വാദ്യം സമർപ്പയാമി എന്ന് പറയും. ആ ദേവൻ അതുകൂടി നമ്മൾ മനസ്സുകൊണ്ട് മാനസപൂജ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ആ ദേവനത്തിലേക്ക് പോവുക. അപ്പോൾ എന്താണോ ഇഷ്ടം, സാർ ചോദിച്ചതുപോലെ ദേവീക്ഷേത്രത്തിലെ ചില വഴിപാടുകൾ, ഇപ്പോൾ ശിവക്ഷേത്രത്തിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ ധാര ഉണ്ടാവും. ഇങ്ങനെ ധാര എന്ന് പറഞ്ഞാൽ ഇടമുറിയാതെ ജലം വീഴുക, അത് ശിവക്ഷേത്രത്തിലുള്ളൊരു വഴിപാടാണ്. അതിനും ഒരു കാര്യമുണ്ട്. അതായത് പലർക്കും ഈ ധാര എന്തിനാണ് ശിവന് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ വളരെ കഷ്ടപ്പാടാണെങ്കിൽ നല്ല ജ്യോത്സ്യന്മാരൊക്കെ പറയും ശിവക്ഷേത്രത്തിൽ പോയി ധാര നടത്താൻ പറയും. അതായത് ഈ മൃത്യുഞ്ജയ ശിവൻ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്.
നമ്മൾ ഈ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചിത്രം കിട്ടും. അതിൽ 8 കൈയുള്ള മഹാദേവനാണ്. അതിൽ 2 കൈ കൊണ്ട് മഹാദേവൻ ശിരസിലേക്ക് അമൃതകുംഭം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ 2 അമൃതകുംഭം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആ ചിത്രത്തിൽ കാണാൻ പറ്റും. അടുത്ത 2 കൈകളിൽ ഒന്നിൽ പരശുവും ഒന്നിൽ മാനുമാണ്. പിന്നെ 2 കൈകളിൽ അടുത്തൊരു അമൃതകുംഭം എടുത്ത് ഉയർത്തി ഒഴിക്കാൻ വേണ്ടി വച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടമുറിയാതെ മഹാദേവൻ തൻ്റെ ശിരസിലേക്ക് ഇങ്ങനെ അമൃതകുംഭം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃതം എന്ന് പറഞ്ഞാൽ മൃതി ഇല്ലാതാക്കുന്നതെന്നാണ്. ശിവന് അറിയാം തൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ ശക്തി ഇങ്ങനെ ഈ മനുഷ്യർ നൽകുന്ന പൂജ തപശക്തി ഇതിലൂടെ ഇങ്ങനെ ജ്വലിച്ച് ഈ ശക്തി ലോകത്തിന് ഒരിക്കലും ഒരു അപകടകരമായി മാറാത്ത വിധത്തിൽ മഹാദേവൻ തന്നെ തൻ്റെ ശിരസിലേക്ക് മൃതി ഇല്ലാതാക്കുന്ന അമൃതം എന്ത് ചെയ്യുന്നു? ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാദേവൻ ചെയ്യുന്നൊരു കാര്യം മഹാദേവന് വേണ്ടി നമ്മൾ ധാരയായിട്ട് നടത്തുകയാണ്. ധാരക്കിടാരത്തിൽ അതിന് വേറെ ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ ദർഭയും നൂലും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഒരിക്കലും ഇടമുറിയാത്ത വിധത്തിൽ ജലം, അപ്പോൾ ഈ ധാരയിലേക്ക് ഒഴിക്കുന്ന പച്ചവെള്ളമാണെങ്കിലും അത് അമൃതതീർത്ഥമായി മാറുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഈ ധാര എന്ന് പറയുന്നത്. അപ്പോൾ മഹാദേവന് വേണ്ടി മഹാദേവൻ ചെയ്യുന്നൊരു കാര്യം ഒരു ഭക്തൻ ചെയ്യുമ്പോൾ അതിനൊരു അനുഗ്രഹം മഹാദേവനിൽ നിന്ന് കിട്ടുമെന്ന് ഈ ഭക്തൻ വിശ്വസിക്കുന്നു. അതുപോലെ പിന്നെ സാർ പറഞ്ഞത് മൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത് പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് മരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പൂജ എന്നാണ്. അല്ല, മൃത്യുവിനെ ജയിക്കാനുള്ള ഹോമല്ലേ? മൃത്യുവിനെ ജയിക്കാനുള്ള ഹോമം. മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൃത്യുവിനെ തോൽപ്പിക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോഴും മൃത്യുവിനെ തോൽപ്പിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ സങ്കല്പം അങ്ങനെയല്ല എന്നുള്ളതാണ്. അതിൻ്റെ തന്നെ ത്രയംബകം യജാമകേ സുഗന്ധിയും പുഷ്ടിവർദ്ധനം ഉർവാരു ഇവ ബന്ധനാത് മൃത്യോർമുക്ഷിയമാമൃത എന്നാണ് അതിൻ്റെ മന്ത്രം. അതിൽ ഒരുപാട് ചടങ്ങുകൾ, കറുകപ്പുല്ല്, അതുപോലെ വള്ളി, മൊട്ട്, എള്ള്, കറുക, നെയ്യ്, പാൽപ്പായസം, ഇങ്ങനെ പലതും കൊടുത്താണ് നമ്മൾ ഈ മൃത്യുഞ്ജയ ഹോമം നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു വലിയ വ്യാഖ്യാനമുണ്ട്. വെള്ളരി, വള്ളി എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അതിൽ തൊന്നും പോകണ്ട. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഒരു പഴം, ഒരു മാങ്ങയിൽ തന്നെ നമുക്കെടുക്കാം. ഒരു മാങ്ങ പൂവിട്ട് അത് അതിൻ്റെ മൊട്ടിൽ നിന്നൊരു കുഞ്ഞു മാങ്ങ ജനിച്ച് അത് വളർന്ന് അത് ഉണ്ണിമാങ്ങയായി, അത് മിറ്റിയ ഒരു മാങ്ങയായി, അത് പഴുത്ത് അത് മാവിൽ നിന്നും പരിപൂർണമായി പൊഴിഞ്ഞു വീഴുമ്പോൾ മാത്രമേ ഒരു പുതിയ ചെടി ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ അതിൻ്റെ വിത്തിന് മുളയ്ക്കാൻ പറ്റുള്ളൂ. ആ മാങ്ങ ഫലമായിട്ട് തറയിൽ വീഴുമ്പോൾ മാത്രമേ അതിന് മുളയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ജീവിതഘട്ടത്തിൽ എവിടെയെങ്കിലും ഇതിനൊരു അപകടം ഉണ്ടായി. ഉണ്ണിമാങ്ങയായിട്ട് നിൽക്കുമ്പോൾ ഒരു ശക്തമായ ഒരു കാറ്റടിച്ചാൽ അതിൻ്റെ ജീവിതം അവസാനിച്ചു. പച്ചമാങ്ങയായിട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു. അതുപോലെ ഒരു പ്രാർത്ഥനയാണ് ഞാൻ ജീവിക്കുന്നൊരു ജീവിത വഴിയുണ്ട്. ആ ജീവിത വഴിയിൽ എനിക്ക് ഒരു അപകടവും പറ്റാതെ, കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച് എൻ്റെ ഒരു കാലോ കയ്യോ നഷ്ടപ്പെട്ടാൽ പിന്നെ എൻ്റെ ജീവിതം നമുക്ക് അറിയാം. അതുപോലെ തന്നെ നമ്മൾ യൗവനയുക്തരാകുമ്പോൾ ഒരു പച്ചമാങ്ങയ്ക്ക് ഒരു അണ്ണാൻ വന്ന് കടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടമോ രോഗമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. പിന്നെ നമ്മുടെ ജീവിതം ഒന്നുമല്ല. നമ്മൾ സുഖമായിട്ടൊരു കുടുംബജീവിതം നയിച്ച് നമ്മൾ വൃദ്ധരായിട്ട്, അതായത് മാങ്ങ പഴുത്ത് അതിൻ്റെ പരിപൂർണതയിലെത്തുമ്പോൾ ഇത് കൊഴിഞ്ഞു വീഴുന്നത് മാവും മാങ്ങയും അറിയാതെ അത് കൊഴിഞ്ഞു വീഴുന്നൊരു മുഹൂർത്തമുണ്ട്. അത് മുഹൂർത്തത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. അതാണ്, അങ്ങനെ ഒരു ജീവിതം എനിക്ക് തരണേന്നാണ്. അവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് അനായാസേന മരണം വിനാ ദൈനേന ജീവിതം ദേഹമത് ക്രൈപ്പയാ ശംഭോ തൊയ് ഭക്തി വചഞ്ചലോ എന്ന് പറയും. അതായത് എനിക്ക് അനായാസമായ മരണം, ആയാസമില്ലാത്ത മരണവും ദൈന്യതയില്ലാത്ത ജീവിതവും തരണേന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ ഒരു പഴം ഒരു മരത്തിൽ നിന്ന് അതിൻ്റെ പരിപൂർണതയിലെത്തി കൊഴിഞ്ഞു വീഴുന്നത് പോലെയുള്ളൊരു മരണം എനിക്ക് നൽകണമേ എന്ന്, അത് സുഖമായിട്ട് മരിക്കാനുള്ളൊരു പ്രാർത്ഥനയാണ് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ആ ശ്ലോകത്തിൻ്റെ വിശദീകരണം എന്താണ്? അതായത് ത്രയംബകം യജാമകേ സുഗന്ധിയും പുഷ്ടിവർദ്ധനം ഉർവാരുഹമിവ ബന്ധനാത് മൃത്യോർമുക്ഷി യമാമൃതാത് എന്നാണ്. അതായത് ഒരു വെള്ളരി വള്ളി എന്നാണ് സാധാരണ പറയുന്നത്. വെള്ളരിക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു വെള്ളരിക്കകത്ത് ധാരാളം അരിയുണ്ടല്ലോ. ഒരു വെള്ളരി ഒരു ചെടിയിൽ പൂവിട്ട് അത് പാകമായി, അതിന് പദാനുപത അർത്ഥമല്ല ഞാൻ പറയുന്നത്, അത് വളരെ വിശാലമായിട്ടൊന്നാണ്. അത് ഒന്ന് പാകമായിട്ട് അത് പൊഴിഞ്ഞു വീഴുന്നത് പോലെ എന്നെ ഈ മരണത്തിൽ നിന്നും എപ്പോഴും രക്ഷിച്ചു പിടിക്കണേ എന്നാണ്. അതായത് എനിക്ക് അകാല മൃത്യുവോ അകാലമായിട്ടുള്ളൊരു അപകടമോ സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ്.
അത് ജപിച്ചുകൊണ്ട് ഓരോന്നിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ഓരോ പൂജാവസ്തുക്കൾ അർപ്പിച്ച് അത് 144 തവണ അങ്ങനെയൊക്കെ ചില കണക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ അർപ്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അതൊരിക്കലും നമുക്കൊരിക്കലും എന്ത് പ്രാർത്ഥനയിലൂടെയും നമുക്ക് മരണത്തെ ഒന്നും നമുക്ക് ജയിക്കാൻ പറ്റില്ല. ഈ മഹാദേവനൊക്കെ ഈ വരം ചോദിക്കുമ്പോൾ അസുരന്മാരോട് പറയും പോലെ മനുഷ്യർക്കും രാക്ഷസന്മാർക്കും അസുരന്മാർക്കും എന്താ പറയുക അമരത്വം എന്ന് പറയുന്ന സാധനമില്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. അപ്പം നമ്മൾ എന്തിനാ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, എന്തിനു നമ്മുടെ സമയം നോക്കാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും ഇത് അന്ധവിശ്വാസമാണ്. നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമുക്കിപ്പോൾ ഒരു നെഞ്ചുവേദന വരുമ്പോൾ ഒരു പ്രശ്നവും കാണില്ല. നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങളൊന്ന് ECG എടുക്കൂ. ECGയിൽ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ലെന്ന് ചിലപ്പോൾ ഡോക്ടർക്കും അറിയാം, ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ എടുക്കും എന്ന് പറയുന്നത് പോലെ അത് തെറ്റല്ല. കാരണം ഒരാളിൻ്റെ സമാധാനം അയാൾക്ക് എങ്ങനെയാണോ കിട്ടുക. ചിലർക്കിപ്പോൾ മദ്യപിച്ചാലായിരിക്കും അവനൊരു സന്തോഷം കിട്ടുക, ചിലർക്ക് വേറെ എന്തെങ്കിലും ഏർപ്പെട്ടാലായിരിക്കും അവർക്ക് കിട്ടുക. അതുപോലെ ചിലർക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു സമാധാനം കിട്ടും, ചിലർക്ക് എൻ്റെ ഭാവി എന്താണെന്ന് അറിയുമ്പോൾ അതിനെ നമ്മൾ എന്തിന് കുറ്റം പറയുന്നു. ഓരോരുത്തർക്ക് എന്താണോ അവർക്ക് സമാധാനം കിട്ടുന്നത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ വഴിയിലേക്ക് പോവുക. അപ്പോൾ പിന്നെ സാർ ചോദിച്ചാൽ ഈ ഉദയാസ്തമയ പൂജ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്കിനും അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നമ്മൾ ഇപ്പോൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈ 10-18 പൂജകൾ ചേർന്നതാണിത്. അപ്പോൾ ഈ ഉദയാസ്തമയ പൂജ എന്ന് പറയുമ്പോൾ പലരും അതിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള പൂജ ഉള്ള സമയത്ത് നടക്കേണ്ട ഓരോ പൂജകളും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെയൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റൊരു തരത്തിൽ കൂടി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനസ്സിൽ ഉദയം ചെയ്യുന്ന ആഗ്രഹമോ സങ്കടമോ ആവട്ടെ, അതിനെ ഒരു പൂജയിലൂടെ നമുക്ക് അസ്തമിപ്പിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും സാധാരണ ഒരു പ്രാർത്ഥന എന്ന് തന്നെ നമുക്ക് എടുക്കാം. അതിന് നമ്മൾ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ 2052 വരെ നമുക്കിത് കിട്ടൂല. കാരണം അത്രയ്ക്ക് തിരക്കുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം, അത് നമുക്ക് ഉണ്ടാകുന്ന സങ്കടമാവാം എന്തുവാവാം. അപ്പോൾ അതിനെ അസ്തമിപ്പിക്കാൻ ഒരു പൂജയിലൂടെ കഴിയുമെങ്കിൽ അങ്ങനെയും പറയാം. ഞാൻ ഈ വഴിപാടെന്ന് പറഞ്ഞതുപോലെ ഓരോന്നിനും നേട്ടങ്ങളും ആവാമല്ലോ. ഒരു പരീക്ഷ ജയിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഉദിക്കുന്ന ഒരു ആഗ്രഹമാണ്. അത് അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ അത് പുഷ്പീകരിക്കുക. സാറേ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാം നേട്ടത്തിന് തന്നെയാണ്. ഇപ്പം എനിക്കൊരു രോഗമുണ്ടാകുമ്പോൾ ആ രോഗം ഭേദമാവണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പരീക്ഷയിൽ വിജയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും എൻ്റെ നേട്ടത്തിന് വേണ്ടി തന്നെയാണ്. എനിക്ക് സമ്പത്തുണ്ടാവണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സമയം കൊള്ളാമോ എന്ന് പോയി നോക്കുന്നതും എൻ്റെ നേട്ടത്തിന് വേണ്ടി. കാരണം എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മനുഷ്യൻ, നമ്മളിപ്പോൾ ഒരാളിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെയോ എൻ്റെയോ ഒക്കെ കാര്യത്തിന് വേണ്ടി ചിലപ്പം പ്രാർത്ഥിക്കും എന്നുള്ളതല്ലാതെ സ്വകാര്യ പ്രാർത്ഥനയിലെല്ലാം മിക്കവാറും ചിലപ്പോൾ ഞാൻ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എല്ലാം അങ്ങനെയൊന്നും ആയിരിക്കില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നമ്മുടെ ഐശ്വര്യത്തിനും വേണ്ടി തന്നെയാണ് ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ ക്ഷേത്രത്തിൽ പറഞ്ഞല്ലോ, ഈ പുണ്യതീർത്ഥമുണ്ട്. അത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് വീടുകളിലേക്ക് തളിച്ച് അത് ശുദ്ധീകരിക്കുന്ന തലത്തിലേക്ക് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തീർത്ഥം മേടിച്ച് അത് കുടിക്കുകയും നമ്മുടെ കുളിക്കുന്നതിന് സമാനമായ തലയിലേക്ക് കുറെ അല്പം ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയും ഉണ്ട്. പലർക്കും ഇതാണ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ വിശദീകരണം എന്താണ്? ഈ ക്ഷേത്രത്തിൽ നമ്മൾ പുണ്യാഹം, അതുപോലെ തന്നെ ചാണകവെള്ളം തളിക്കുക, ഇങ്ങനെയൊക്കെ പല ചടങ്ങുകളുമുണ്ട്. നമ്മൾ വീടുകളിലാണെങ്കിൽ ചാണകവെള്ളം നമ്മൾ തളിക്കും. അപ്പോൾ ചാണകമായാലും പുണ്യാഹമായാലും ശുദ്ധീകരണത്തിനുള്ളതാണ്. ഈ നമ്മുടെ കൈ ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ തള്ളവിരൽ മുതൽ ഈ ചൂണ്ടുവിരൽ വരെയുള്ള ദൂരമാണ് ഒരു ചാണ്. നമ്മുടെ വയറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ നെഞ്ച് അവസാനിക്കുന്നിടത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും, അതാണ് ഒരു ചാൺ വയർ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ തള്ളവിരൽ നിലത്ത് കുത്തി നമ്മളൊരു വൃത്തം വരച്ചാൽ ഒരു ചാണിൻ്റെ അകമാവും. അവിടെ ഒരു തുള്ളി ചാണക വെള്ളം വീണാൽ ഒരു ചാൺ ചുറ്റുപാടിൽ ഇത് ശുദ്ധീകരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ പശുവിൻ്റെ ഇതിനെ നമ്മൾ ചാണകം എന്ന് പേര് വിളിക്കുന്നത്. ചാണിൻ്റെ ഒരു ചാൺ അകം ഒരു തുള്ളി ചാണകവെള്ളം വീണാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ പണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ അമ്മൂമ്മമാർ ഇങ്ങനെ കലക്കി തളിക്കുമ്പോൾ എന്തുമാത്രം ആ മുറ്റം ശുദ്ധീകരിക്കുന്നു എന്ന സങ്കല്പം, അത് ശാസ്ത്രീയപരമായിട്ട് ഇപ്പം ശാസ്ത്രം പുരോഗമിച്ചപ്പോഴത്തേക്ക് നടത്തിയ റിസർച്ചുകളിലും അതിൽ അപ്പോൾ അങ്ങനെ ഒരു അതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അപ്പം അങ്ങനെ ശുദ്ധി ക്ഷേത്രത്തിലാവുമ്പോൾ ക്ഷേത്രത്തിൽ പൂജാരി കിണ്ടിയിലോ ശംഖിലോ ഒക്കെ എടുക്കുന്ന തീർത്ഥം സപ്ത തീർത്ഥങ്ങളിലെ ജലമായി മാറുമെന്നാണ് വിശ്വാസം. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരിയും പിന്നെ വരുണനെയും ആ ക്ഷേത്രത്തിലെ ദേവചൈതന്യത്തെയും ആവാഹിക്കുന്ന ജലമാണ് ഇതിലുള്ളത്.
ഈ കിണ്ടിക്കും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളത് വലിയ വേറൊരു വിഷയമാണ് പൂജാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. ഈ കിണ്ടി എന്ന് പറയുന്ന സാധനത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. മറ്റൊരു പാത്രത്തിലും ഇല്ലാത്തൊരു പ്രത്യേകത. അകത്തിരിക്കുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള ജലം മീതെ എത്തിക്കുന്ന ഏക പൂജാപാത്രമാണ് കിണ്ടി. കാരണം കിണ്ടി ഒന്ന് ചരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അകത്തുള്ള ജലമാണ് ഈ വാലിൽ കൂടെ വരിക. അങ്ങനെ നമ്മുടെ ആന്തരിക ശക്തി അല്ലെങ്കിൽ ഒരു ചൈതന്യത്തിന്, ഒരു വലിയ ചൈതന്യത്തിന് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് സപ്തതീർത്ഥങ്ങളിലെ ജലം, ദേവൻ്റെ ചൈതന്യം ആവാഹിക്കപ്പെട്ട ജലം, വരുണദേവൻ്റെ ചൈതന്യമുള്ള ജലം, പിന്നെ ഇങ്ങനെ ദേവൻ്റെ ഒരു ആന്തരിക ശക്തി ഉൾക്കൊള്ളുന്ന ഒന്ന്, അതിനെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുടിക്കുമ്പോൾ കുറച്ച് മിച്ചം വരുമല്ലോ നമ്മുടെ കയ്യിൽ. ഒരിക്കലും നമ്മൾ കുടഞ്ഞു കളയാതെ അത് നമ്മുടെ ശിരസ്സിന്, നമ്മൾ ഒരാളിനെ ഒരു ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നമ്മുടെ ശിരസ് കൊണ്ട് അവരുടെ പാദത്തിൽ മുട്ടിച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുക എന്ന് പറയുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. പിന്നെ ശംഖിന്, ഈ ശംഖിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മൺകുടത്തിന് സമമാണ് ഒരു ചെമ്പുകുടം. 100 ചെമ്പുകുടത്തിന് സമമാണ് ഒരു വെള്ളിക്കുടം. 100 വെള്ളിക്കുടത്തിന് സമമാണ് ഒരു സ്വർണ്ണക്കുടം. 100 സ്വർണ്ണക്കുടങ്ങൾക്ക് സമീപമാണ് ഒരു ശംഖ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം ശംഖിനുമുണ്ട്. ശംഖിലെ തീർത്ഥവും ഇതേ സങ്കല്പം തന്നെയാണ്. സപ്ത തീർത്ഥങ്ങളിലെ ജലമായി മാറുന്നു. അതുപോലെ തന്നെ അത് ദേവൻ്റെ ചൈതന്യം അതിൽ ഉൾക്കൊള്ളുന്നു, വരുണദേവൻ്റെ ചൈതന്യം അതിൽ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഈ കിണ്ടിയിലും ശംഖിലുമാണ് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് തരിക? വെള്ളം തരിക. അത് അത്രയും പരിശുദ്ധമാണ്, അത്രയും നമ്മളെ ശുദ്ധീകരിക്കാൻ ശക്തിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ ഉള്ളിലേക്കും നമ്മളെ ബാഹ്യ ദേഹത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ വീട് ശുദ്ധീകരിക്കാൻ വേണ്ടി, വീട്ടിലെമ്പോൾ എന്തെങ്കിലും അശുദ്ധി വന്നു, സാർ ചോദിച്ചത് അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ഷേത്രത്തിൽ നിന്ന് ഈ പുണ്യമായിട്ടുള്ള ജലം വാങ്ങിക്കൊണ്ട് പോയി അവിടെ ഇങ്ങനെയൊക്കെ തളിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതാണ്. നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് വിശ്വാസികൾക്ക് പലർക്കും ഒരു ആശ്വാസമാണ് ഫീൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് നമുക്ക് പലരും പറയുന്ന ആധുനിക ശാസ്ത്രമല്ല പറയുന്നു, പോസിറ്റീവ് എനർജി നമ്മളുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മാറ്റം എന്ന് വരുന്നു. യഥാർത്ഥത്തിൽ ക്ഷേത്രം അങ്ങ് പറഞ്ഞ പോലെ ആ സങ്കല്പത്തിൽ അവിടെ പോസിറ്റീവ് എനർജി കുടികൊള്ളുന്നുണ്ടോ? അത് നമ്മളിലേക്ക് പ്രവഹിക്കുന്നുണ്ടോ? സാറേ, അത് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നും നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ദീപാരാധന നേരത്തെ പറഞ്ഞതുപോലെ ശംഖുവിളി, മണി, അതിൻ്റെ ഒരു സുഗന്ധം, ഭക്തജനങ്ങളുടെ പ്രാർത്ഥന, ഇത്രയൊക്കെയുള്ളൊരു ഇടത്തിൽ നമ്മൾ കൂടി പെട്ട് നമ്മളൊരു വിശ്വാസമുള്ള ഒരാളാണ് നിൽക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സ് വേറൊരു വൈബിലേക്ക്, വേറൊന്നിലേക്ക് നമ്മളായിത്തീരും. നമ്മളിപ്പോൾ ഈ നിർമ്മാല്യ ദർശനത്തിന് വേണ്ടി രാവിലെ പോകുമ്പോൾ പലരും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കുളിച്ച് ഈറനോടെ ആ നട ആദ്യം തുറക്കുന്ന സമയത്ത് കാണുന്നതാണല്ലോ നിർമ്മാല്യം എന്ന് പറയുന്നത്. വാടിയ മാല്യത്തോടു കൂടി ദേവനെ കാണുന്നതാണ് നിർമ്മാല്യം. എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. ആ ക്ഷേത്രം തുറക്കുമ്പോൾ നമ്മൾ നനഞ്ഞ വസ്ത്രത്തോടു കൂടി ചെന്ന് ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ എയർ ഹോളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തലേ ദിവസം അടച്ചിട്ട ആ ക്ഷേത്രത്തിനകത്ത് ഒരു ഗന്ധം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് വിശിഷ്ട അകിലിൻ്റെയോ ചന്ദനത്തിൻ്റെയോ കർപ്പൂരത്തിൻ്റെയോ ഒക്കെ ഗന്ധമായിരിക്കും. ദേവൻ ചാർത്തിയിരിക്കുന്ന കളഭമാവാം, പുഷ്പഹാരമാവാം. ഇതിലൊക്കെ ഒരു ഗന്ധം ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഈ ചൂടുള്ള വായു എപ്പോഴും തണുപ്പിലേക്ക് പോകുമല്ലോ, നമ്മുടെ ദേഹത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതി. അത് വേറൊന്നും വേണ്ട, നമ്മളിപ്പോൾ ഇവിടെ ഒരു AC ഇട്ടിട്ട് ഞാൻ ചൂടിൽ നിന്ന് ആ AC-യിലേക്ക് പെട്ടെന്ന് കയറി വരുമ്പോൾ എനിക്കൊരു അനുഭൂതി ഉണ്ടാവും. ശരീരത്തിനും ഉണ്ടാവും, മനസ്സിനും ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ വിശ്വാസത്തോടു കൂടി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്തോ ഒരു ചൈതന്യം, എന്തോ ഒരു അനുഭൂതി എന്നിലേക്ക് പ്രവഹിച്ചു എന്നെനിക്ക് തോന്നും. എനിക്ക് വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യും? ഇതെനിക്ക് ദേവൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്, ഒരു മാനസികമായ ഒന്നും കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മളെങ്ങനെ ആണോ ഈശ്വരനെ സമീപിക്കുന്നത് അതുപോലൊരു സമീപനമായിരിക്കും പലപ്പോഴും നമുക്ക് കിട്ടുക. അല്ലാതെ ഒരു വിശ്വാസവും ഇല്ലാതെ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി, ഇപ്പോൾ ശബരിമല പോകുമ്പോൾ മാല ഇടുമ്പോൾ പലരും പറയാറുണ്ട്, എന്തിനാണ് നീ ശബരിമല പോകുന്നത്? നീ ഇങ്ങനെ 41 വ്രതമൊക്കെ എടുത്ത് അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ തത്വമസി എന്നല്ലേ എഴുതി വച്ചിരിക്കുന്നത്, അത് നീ തന്നെയാകുന്നു, നീ തന്നെ ആകുന്നു ഈശ്വരനെങ്കിൽ, നിന്നിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പോകുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്.
യൂട്യൂബിലൊക്കെ നമ്മൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ പോലും ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ മന്ത്രിമാരൊക്കെ തത്വമസി എന്നുള്ള വ്യാഖ്യാനമൊക്കെ നമ്മൾ പത്രത്തിലും അവരുടെ പ്രസ് മീറ്റിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തത്വമസി എന്ന് പറയുന്നത് 4 മഹാവാക്യങ്ങളിൽ, വേദങ്ങളിലുള്ള 4 ഉപനിഷത്ത് വാക്യങ്ങളിൽ ഒന്നാണ് തത്വം. അഹം ബ്രഹ്മാസ്മി, അതിലൊന്നാണ് തത്വമസി. ആത്മാനാം ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ എന്ന് പറയുന്ന 4 മഹാവാക്യങ്ങളിലൊന്നാണ് തത്വമസി എന്ന ചാന്തോക്യ ഉപനിഷത്തിലെ വാക്കാണ്. ഇതിനൊരു വലിയ അർത്ഥമുണ്ട്. അതായത് എൻ്റെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളണമെങ്കിൽ എൻ്റെ ഹൃദയം ശുദ്ധമാവണം. എൻ്റെ ഹൃദയം ശുദ്ധമാകുമ്പോഴേ എൻ്റെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളൂ. അതായത് സ്വാഹപൂജ ഉത്തമോത്തമം എന്ന് പറയും. എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നൊരവസ്ഥ വരെ എൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരവും മനസ്സ് ശുദ്ധമാവണം. എൻ്റെ ശരീരം ഒരു ദേവാലയം പോലെ ശുദ്ധമാവണം. അശുദ്ധമായ ഒരു ദേവാലയത്തിൽ ഈശ്വരൻ ഇരിക്കില്ല. അപ്പോഴവിടെ ഒരു സംശയം വരും, ദേവാലയം അശുദ്ധമാകുമോ എന്ന് തോന്നും. ദേവാലയം അശുദ്ധമാകും. ഈശ്വരൻ ഇരിക്കുന്ന ശ്രീകോവിൽ അശുദ്ധമായി ആകും എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഈ ഉത്സവത്തിൻ്റെ തലേ ദിവസം അവിടെ ശുദ്ധിക്രിയകൾ ചെയ്യുന്നത്. പ്രാസാദ ശുദ്ധി എന്ന് പറയും. എള്ളും അതുപോലെ തന്നെ ഈ ചമതക്കോലും ചാണകവെള്ളവും ഒക്കെ കൊണ്ട് ശുദ്ധി ചെയ്യും. ഒരു ക്ഷേത്രം അശുദ്ധിയാകുന്നത് ആ ക്ഷേത്രത്തിൽ മോഷണം നടക്കുക, മരണം നടക്കുക, കൊലപാതകം നടക്കുക, രക്തം വീഴുക, അഗ്നിബാധ ഉണ്ടാവുക, മദ്യപിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക, പുലാവാലായ്മ ഉള്ളവർ ആ ക്ഷേത്രത്തിൽ കയറുക, അതുപോലെ തന്നെ ഇങ്ങനെ പല കാലങ്ങളിൽ അശുദ്ധമാവുക. ഇത് മനുഷ്യർ തന്നെ വേണമെന്നില്ല. ഒരു ക്ഷേത്രം തിരുമേനി നടയടച്ചിട്ട് പോകുമ്പോൾ 2 പല്ലികൾ തമ്മിൽ കടി കൂടിയിട്ട് ഒന്നിൻ്റെ ദേഹം മുറിഞ്ഞ് ചോര വീണാൽ, അല്ലെങ്കിൽ നട തുറക്കുമ്പോൾ അവിടെ കത്തിച്ചു വച്ചിരിക്കുന്ന ദീപത്തിലേക്ക് ഒരു പ്രാണി വന്ന് വീണാൽ അത് മരണമാണ്. ഇങ്ങനെ പലം നമുക്ക് അറിയാതെ സംഭവിക്കും. ചിലപ്പോൾ മദ്യപിച്ചുകൊണ്ട് ഒരാൾ അറിയാതെ ക്ഷേത്രത്തിലേക്ക് കയറുന്നു. പുലാവാലായ്മ ഉള്ളവർ ഓർമ്മിക്കാതെ ചിലപ്പോൾ കയറുന്നു. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ അത് അശുദ്ധമാണ്. അത് ശുദ്ധി. അപ്പോൾ ഏറ്റവും ശുദ്ധമായ ഇടത്താണ് ഈശ്വരൻ കുടിയിരിക്കുക. ഇനി ഞാൻ ആ തത്വമസിയിലേക്ക് വരുമ്പോൾ അത് വ്യക്തമാവും. അതായത് നമ്മൾ വേറെ ഒരു ജീവിതം നയിക്കുന്നവരാണ്. മത്സ്യമാംസാദികൾ കഴിക്കുന്നവരുണ്ടാവും, ലൗകിക ജീവിതം, ഭാര്യാഭർത്തൃ ജീവിതം നയിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ മാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നു, ഭാര്യ അല്ലെങ്കിൽ പരസ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ സംഗമം നമ്മൾ ഉപേക്ഷിക്കുന്നു, ലഹരി വസ്തുക്കൾ നമ്മൾ ഉപേക്ഷിക്കുന്നു, 2 നേരം കുളിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, എപ്പോഴും ഈശ്വരനാമം. ഇത് യഥാർത്ഥ ഭക്തൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. എപ്പോഴും ഭഗവത് നാമം, അയ്യപ്പനാമം ജപിച്ചുകൊണ്ട് ചിലർ വീട്ടിൽ പോലും ഉറങ്ങാറില്ല. വടക്കോട്ടുള്ളവരൊക്കെ പ്രത്യേകമായ ഒരു സ്ഥലത്താണ് ഉറങ്ങുന്നത്. അയ്യപ്പന്മാരെല്ലാവരും. നമ്മളാണ് വീട്ടിൽ കിടക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ മാല ഇട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ വീട്ടിൽ പോയി അവർ കിടക്കും. എനിക്ക് ഓർമ്മയുണ്ട്. അത്ര ശ്രദ്ധയാണ് ഒരു അയ്യപ്പന്. അപ്പോൾ ഒരു 5 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് മാറും. 10 ദിവസത്തെ വ്രതമാകുമ്പോൾ 2 നേരം കുളിച്ച് അമ്പലത്തിൽ പോയി കുറിയിട്ട് വേറെ ഒന്നിനും പോകാതെ എപ്പോഴും മരണത്തിനൊന്നും നമ്മൾ പോകുന്നില്ല, വേറെ വീട്ടിൽ നമ്മൾ ആഹാരം കഴിക്കുന്നില്ല, മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചൊരു ശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ഒരു 41 ദിവസം വ്രതമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ ഭക്തനാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഈ ഈശ്വരൻ്റെ ഒരു സാമീപ്യം ഉണ്ടാവും. അങ്ങനെ ചെല്ലുന്ന ഭക്തന്മാരോടാണ് പറയുന്നത് തത്വമസി. നീ ഇത്രയും നാൾ 41 ദിവസം മുമ്പ് ജീവിച്ച നീയല്ല, ഇപ്പോൾ ഞാൻ നിന്നിലുണ്ട്, അത് നീ തന്നെയാകുന്നു എന്ന് പറയുന്നത്. നീ തേടി വന്ന ആൾ നിന്നിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത് ആ വ്രതത്തിൻ്റെ കാഠിന്യമാണ്, ആ ഭക്തിയുടെ കാഠിന്യമാണ്. അല്ലാതെ വിചാരിക്കണേ നമുക്ക് മലയ്ക്ക് പോവാം, 10 ദിവസം വ്രതം എടുത്ത് പോവാം, 4 ദിവസം കഴിയുമ്പോൾ തന്നെ പക്ഷേ മീനൊന്നും കൂട്ടാതിരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നാളെ പോയാൽ ശരി, നാളെ കാറ് പിടിച്ച് പോകുന്നു. പമ്പയിൽ വെച്ച് തന്നെ മാല ഊരി കളഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നോൺ വെജൊക്കെ കഴിച്ച് ബാറിലൊക്കെ കയറി മദ്യപിച്ച് തിരിച്ചു വരുന്ന ഭക്തന്മാരോട് പറയുന്നതല്ല തത്വമസി എന്ന്. കഠിനമായ അപ്പോൾ അതിൻ്റെ ആശയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ശബരിമല പോകുന്നവരോട് നീ എന്തിനു പോകുന്നു എന്ന് നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ആ തത്വമസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. 41 ദിവസം കഠിനമായ, അതിനധികമോ വ്രതമെടുത്തിട്ട് പോകുന്നവരോട് പറയുന്ന. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു അനുഗ്രഹം കിട്ടിയെന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടാവണം. നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കൂ. ഇപ്പോൾ ഈ അന്ധവിശ്വാസികൾ എന്ന് ഈ വിശ്വാസികളെ ഒരു കൂട്ടം ആളുകൾ പറയാറുണ്ട്. നിങ്ങൾ അന്ധവിശ്വാസം ആണ് ഈ പറയുന്നത്, അമ്പലവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഇടമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ വിശ്വാസികളായിട്ടുള്ള അതിനെ വിശ്വസിക്കുന്നവർക്ക് അവിടെ ചെല്ലുമ്പോൾ ആശ്വാസം കിട്ടുമെങ്കിൽ എന്തിന് നമ്മൾ അവരെ കുറ്റം പറയണം? എനിക്കിപ്പോൾ ഒരാളിനോട് പോയിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് അതിൽ നിന്ന് സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിച്ചാൽ എന്താണ് തെറ്റ്? ഞാനൊരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അസുഖം അല്ലെങ്കിൽ എൻ്റെ വേറെ എന്തെങ്കിലും കാര്യം എനിക്കുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്കിത് ഒന്ന് പോണേ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു നേട്ടം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് കിട്ടുകയാണ്. ചിലപ്പോൾ വേറെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ കിട്ടുന്നത്, പക്ഷേ അത് ഞാൻ വിശ്വസിച്ചാൽ എന്താണ് തെറ്റ്? അതാണ്. അപ്പോൾ വിശ്വാസമാണ്
നമ്മൾ പറയുമല്ലോ വിശ്വാസമാണ് എല്ലാം എന്ന് പറയും പോലെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ അത് ശരി തന്നെയാണ്. അവിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. വിശ്വാസികൾക്ക് വിശ്വാസികളുടെ വഴി, അവിശ്വാസികൾക്ക് അവിശ്വാസികളുടെ. നീ എൻ്റെ വഴിയിലേക്ക് വരണമെന്ന് നമ്മൾ പറയാതിരുന്നാൽ മതി, എൻ്റെ വഴി തടയാനും ആരെയും അനുവദിക്കാതിരുന്നാൽ മതി. ഒരു ചോദ്യം കൂടി ചോദിക്കാവുന്ന അവസാനം, യഥാർത്ഥത്തിൽ ക്ഷേത്ര ദർശനം ഒരു വിശ്വാസിയുടെ, ഹിന്ദു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് എത്രമാത്രം നല്ലതാണ്? അല്ലെങ്കിൽ അതിനൊരു എന്താണ് സമയക്രമമെല്ലാം വേണോ? അതോ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ദിവസമോ? ഈ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്, ദിവസം 2 നേരം പോകുന്നവരുണ്ട്, വീട്ടിലെ പൂജാമുറിയിൽ പൂജിക്കുന്നവരുണ്ട്. നമ്മൾ ഈ ദൈവത്തെ എങ്ങനെയാണ്, ഈശ്വരനെ എങ്ങനെയാണ് നമ്മുടെ സ്വന്തം ജീവിതവുമായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ ഏത് സ്ഥാനത്ത് നിർത്തണം, എങ്ങനെ കാണണം, ക്ഷേത്രത്തിൽ എത്രമാത്രം ഇടവേളകളിൽ വിട്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തണം എന്നും കൂടെ പറഞ്ഞു. അത് എങ്ങനെ വേണോ നമുക്ക് ദിവസവും നമുക്ക് ക്ഷേത്രത്തിൽ പോകാം, 2 നേരം നമുക്ക് ക്ഷേത്രത്തിൽ പോകാം, എങ്ങനെ വേണോ പോകാം. ഈ പണ്ട് കാലത്ത് ഈ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് സ്ത്രീകളൊക്കെ തന്നെ എന്നും, കാരണം ഒരു ഗ്രാമത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒത്ത നടുവിലായിരിക്കും പണ്ടത്തെ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റുപാട് ഒരുപാട് ജനങ്ങൾ വസിക്കും. അവരൊക്കെ നടന്ന് നമ്മളൊരു ഇന്നത്തെ ഒരു ശാസ്ത്രീയമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അന്ന് ഇതുപോലുള്ള വാഹനങ്ങളൊന്നുമില്ലല്ലോ. സ്ത്രീകൾക്ക് വേറെ എങ്ങും പോകാനൊന്നും പറ്റില്ല. അവർ രാവിലെയും വൈകുന്നേരവും ആകെ പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ റോഡിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ശരീരം വ്യായാമത്തിന് വേണ്ടി നടക്കുന്നത് പോലെ അന്ന് ക്ഷേത്ര ദർശനത്തിന് രാവിലെ ഉണർന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജി അവരുടെ ശരീരത്തിലുണ്ടാവും. ആ ക്ഷേത്രത്തിൽ പോയി മനസ്സിൻ്റെ വിശ്വാസം കൂടി ആകുമ്പോൾ അത് ഇരട്ടിയാവും. പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പല അന്ധവിശ്വാസങ്ങളുണ്ട്. 7 മാസം ഗർഭിണിയായി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൂടാ എന്ന് പറയും. അങ്ങനെയൊന്നും തന്ത്രശാസ്ത്രം പറയുന്നില്ല. അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് വല്ല വയൽ വരുമ്പോൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരും. ഈ ഗർഭിണിയായ പെണ്ണ് വയറും താങ്ങി പിടിച്ച് ഈ വരമ്പിലൂടെയോ മറ്റോ രാത്രിയിലോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പണ്ടുള്ളവർ നീ 7 മാസം കഴിഞ്ഞാൽ അമ്പലത്തിലൊന്നും പോകണ്ട എന്നുള്ളൊരു സംഭവം ഒക്കെ നമ്മൾ അങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ശാസ്ത്രീയതയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് നമുക്ക് ഇന്ന സമയത്ത് മാത്രം പോകാം. ഇപ്പോൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു പുലവാലായ്മ എന്നൊരു പുല എന്ന് പറഞ്ഞൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രസവം വാലായ്മ ഉള്ളപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാറില്ല. പിന്നെ എന്തെങ്കിലും അശുദ്ധിയുള്ള സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോകാറില്ല. അല്ലാത്ത സമയത്ത് എപ്പോഴും വേണോ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാണെങ്കിൽ നമ്മൾക്ക് അമ്പലത്തിൽ പോകണമെന്ന് തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അമ്പലത്തിൽ പോകാം. അതിന് വേറൊന്നുമില്ല. അതിൽ ഞാനീ പറഞ്ഞല്ലോ, അത് പണ്ട് അവർ അനുവർത്തിച്ചിരുന്നത് ഒരു ആരോഗ്യപരമായ ഒരു ജീവിതം കൂടി. പ്രദക്ഷിണം എന്നൊക്കെ പറയുമ്പോൾ വലിയ മഹാക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രദക്ഷിണ വീതിയാണ്. അത് ഏകദേശം ഒരു 5 റൗണ്ട് നടക്കുമ്പോൾ തന്നെ. ഇപ്പം ഞാൻ ഈയിടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പോയി. ആ കൂടൽമാണിക്യ ക്ഷേത്രത്തിന് അകത്തൊരു പ്രദക്ഷിണ വീതിയുണ്ട്, വെളിയിൽ 4 കുളങ്ങളെ ചുറ്റിയൊരു പ്രദക്ഷിണമുണ്ട്. അത് ഏകദേശം ഒരു 4 കുളങ്ങളെ ചുറ്റി നമ്മളൊരു 5 റൗണ്ട് നടക്കുമ്പോൾ നമ്മൾ എത്രയെങ്കിലും കിലോമീറ്റർ നടന്ന ഒരു ഇതാണ്. അപ്പം പല കാലുമുട്ട് വയ്യാത്തവർക്കും പ്രായമായ അമ്മച്ചിമാർക്കും ഒക്കെ നല്ല ജ്യോത്സ്യന്മാരൊക്കെ പറയും, നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വയ്ക്കണം. പ്രദക്ഷിണം വയ്ക്കണമെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസവുമായി അവർക്ക് ആരോഗ്യപരമായി. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ജ്യോത്സ്യനുണ്ട്, അദ്ദേഹം കുറച്ച് പുരോഗമനമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ചേച്ചിക്ക് ഭയങ്കരമായ ക്ഷീണം, അദ്ദേഹത്തിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവർക്ക്. അപ്പോൾ അപ്പുറം 2 ക്ഷേത്രമുണ്ട്. അവർ പറഞ്ഞു രാവിലെ ഒരു ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് പോകണം, വൈകുന്നേരം മറ്റൊരു ക്ഷേത്രത്തിലെ ദീപാരാധന വെച്ച് പോകണം. അപ്പോൾ ജ്യോത്സ്യം പറയുമ്പോൾ ഒരു വിശ്വാസമായി ആ ചേച്ചിക്ക്. അവർ ഇങ്ങനെ ഒരു 25 ദിവസം അല്ലെങ്കിൽ 51 ദീപാരാധന തൊഴാൻ പറഞ്ഞു. അവർക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിനകത്ത് എന്താ പറയുക വ്യായാമമൊന്നുമില്ലാതെ ഇരിക്കുന്നവർക്കുള്ള ഒരു സംഭവം കൂടി നമുക്കിതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. അത് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നമുക്ക് മനസ്സും ശരീരവും ശുദ്ധമാണെങ്കിൽ എപ്പോഴും ക്ഷേത്രത്തിൽ പോകാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയാമെങ്കിലും എന്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലില്ല. അത് വിശദീകരിക്കുകയായിരുന്നു ശ്രീ മണികണ്ഠൻ തോന്നയ്ക്കൽ. തീർച്ചയായും നമ്മുടെ മനസ്സും ശരീരവും എത്രമാത്രം ശുദ്ധീകരിക്കും, അതിലൂടെയാണ് നാം ഈശ്വരനിലേക്ക് എത്തുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം.